വിദ്യാഭ്യാസവും എല്ലാവിധ ജനങ്ങൾക്ക് വേണ്ടി എല്ലാ കാര്യങ്ങളും ചെയ്യണ അബ്ദുറഹ്മാൻ ജയിക്കും. പത്താം വികസനത്തിന് വേണ്ടി ബാവക്ക ജയിക്കണം എന്നാണ് ഞങ്ങളുടെയൊക്കെ ആഗ്രഹം. പത്താം അബ്ദുറഹ്മാൻ ജയിക്കും. പെൻഷൻ 1600 ഉണ്ടായിരുന്നു, ഇപ്പോൾ 2000 ആക്കി. സർക്കാരിന് അധികാരത്തിൽ വരണം, എന്നാലേ കിട്ടണം. ഒറ്റ വോട്ടിൽ ഒതുങ്ങാത്ത ചോദ്യങ്ങളുമായി വോട്ടറുടെ ശബ്ദം ഇന്ന് എത്തി നിൽക്കുന്നത് പട്ടിത്തറ പഞ്ചായത്തിലെ 10ാം വാർഡിലാണ്. നിങ്ങളുടെ ചോദ്യങ്ങളും നിങ്ങളുടെ ഉത്തരങ്ങളുമാണ് ജനാധിപത്യത്തിന്റെ യഥാർത്ഥ ശക്തി. പട്ടിത്തറ പഞ്ചായത്തിലെ ഈ 10ാം വാർഡിൽ ആര് ജയിക്കുമെന്ന് നമുക്ക് ഇവിടുത്തെ ജനങ്ങളോട് തന്നെ നേരിട്ട് ചോദിച്ചറിയാം. കൃഷ്ണക്കടുത്തു, ഈ 10ാം വാർഡിൽ ആര് ജയിക്കുന്ന ചേട്ടന് തോന്നണേ? 10ാം വാർഡിലെ നമ്മളെ വിദ്യാഭ്യാസവും എല്ലാവിധ ജനങ്ങൾക്ക് വേണ്ടി എല്ലാ കാര്യങ്ങളും ചെയ്യണ അബ്ദുറഹ്മാൻ ജയിക്കുന്നതാണ് എൻ്റെ. ആര് ജയിക്കുന്ന കാരണം അതന്നെ, വിദ്യാഭ്യാസമുണ്ട്. ഒരു ഇതിൻ്റെ ഫോറം പൂരിപ്പിക്കല്ലേ, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നല്ല വിദ്യാഭ്യാസമുള്ള കാരണം അയാൾക്ക് ചെയ്യാൻ കഴിയും. ഒരു വീട്ടിൽ ചെന്ന് അയാൾ എന്ത് ആവശ്യം പറഞ്ഞാലും അയാൾക്ക് ചെയ്യാൻ കഴിയും. കമ്പ്യൂട്ടർ അങ്ങനെ എല്ലാ കാര്യങ്ങൾക്കും അയാൾക്ക് കഴിവുണ്ട്. നല്ല വിദ്യാഭ്യാസമായിട്ട് മറ്റേ പോസ്റ്റ് ഓഫീസിൻ്റെ ഉന്നത ഇതിലുണ്ടായിരുന്ന ഒരാളാണ്. അപ്പോൾ അതിൻ്റെതായ കഴിവ് ജനങ്ങൾക്ക് എല്ലാവർക്കും കിട്ടും. വിദ്യാഭ്യാസം എന്താ വെച്ചാൽ അതിനൊരു പവർ വേറല്ലേ. അതന്നെ. ചിറ്റപ്പ ഇലക്ഷനൊക്കെ അടുത്തു, ഈ 10ാം വാർഡിൽ ആര് ജയിക്കാനാണ് സാധ്യത? അബ്ദുറഹ്മാൻ ആള് ജയിക്കുന്ന കാരണം ജയിക്കുന്ന പറഞ്ഞാൽ ആളൊരു നല്ലൊരു പ്രവർത്തകനാണ്. പിന്നെ ഇവിടുത്തെ നമ്മുടെ മറ്റേ ജ്യേഷ്ഠൻ കുട്ടിയാണ്. അതുകൊണ്ട് അബ്ദുറഹ്മാൻ തന്നെ ജയിക്കുള്ളൂ. ചേട്ടന്റെ പ്രതീക്ഷയിൽ ആള് ജയിക്കുന്നു? ജയിക്കും, തീർച്ചയായിട്ടും ജയിക്കും. ഇതിന് മാറ്റം ആവശ്യമാണ് ഇവിടെ. ചേട്ടാ ഇലക്ഷനൊക്കെ അടുത്തു, 10ാം വാർഡിൽ ആര് ജയിക്കുന്ന തോന്നണം? ജയിക്കും. ആര് ജയിക്കുന്ന കാരണം എന്താ? കാരണം എന്ന് പറഞ്ഞാൽ ഈ 5 കൊല്ലക്കാലം ഈ വികസനത്തിന്റെ പേരും പറഞ്ഞ് ലൈഫ് പദ്ധതി കേരള ഗവൺമെന്റ് കൊടുത്ത അനുകൂലങ്ങൾ അത് അവരുടെ കുത്തകയെന്നും പറഞ്ഞിട്ട് ലൈഫിന്റെ പദ്ധതിയിൽ ഓരോ വീട്, എൻ്റെ വീടടക്കം അവിടെ ധാർമ്മികമായിട്ട് രാഷ്ട്രീയം കളിച്ചിട്ട് അവിടെ കെടുക്കുക. അതിനൊരു ഭേദഗതി വെച്ച റോഡുകൾ, പറമ്പ് മേഖലയിലത്തെ റോഡ് 5 കൊല്ലമായി ഫണ്ട് വെച്ച ഫണ്ട് ലാപ്സാക്കി കളഞ്ഞ്, ജില്ലാ പഞ്ചായത്തിന്റെ ഫണ്ട് വന്ന് അത് ലാപ്സാക്കി കളഞ്ഞ് EMയുടെ കളി കാരണം ആ റോഡ് ഇപ്പൊ പോകുന്ന കാണിച്ചു തരാം. എൻ്റെ വീടടക്കം അവർ ഈ രാഷ്ട്രീയം കളിച്ചിട്ട് ധാർമ്മികമായിട്ട് അയമ്മ ഈ 9ാം വാർഡ് പ്രസിഡന്റായിരുന്നു. ഇപ്പൊ 10ൽ അബ്ദുറഹ്മാൻ ജയിക്കും. 9ഉം 10ഉം ഇടതുപക്ഷം ജയിക്കുമെന്ന്. ഇപ്പൊ ഇലക്ഷനൊക്കെ അടുത്തു, ഈ 10ാം വാർഡിൽ ആര് ജയിക്കാനാ സാധ്യത കൂടുതൽ? ആള് ജയിക്കുന്ന കാരണം എന്താ? കാരണം LDFന് ഇവിടെ ഒരുപാട് മാറ്റം വരാനുണ്ട്. ജയിക്കും, LDF കൊണ്ടുപോകും. ആള് ജയിക്കും, ഉറപ്പാണ്. ചേച്ചി ഇപ്പൊ ഇലക്ഷനൊക്കെ അടുത്തു, 10ാം വാർഡിൽ ആര് ജയിക്കുന്ന ചേച്ചിക്ക് തോന്നുന്നു? അബ്ദുറഹ്മാൻ ജയിക്കും. ആള് ജയിക്കുന്നതാണ് ചേട്ടാ. ഇപ്പൊ ഇലക്ഷനൊക്കെ അടുത്തു, ഈ 10ാം വാർഡിൽ ആര് ജയിക്കുന്ന ചേട്ടൻ തോന്നുന്നു? ഞാൻ പറഞ്ഞത് അരിവാൾ ചിറ്റിക ജയിക്കും. അവർ ജയിക്കും ഉറപ്പാണ്. കാരണം അവർ ഇതേവരെ ചെയ്തിടത്തോളം കാര്യമാണ് ഇത് ജയിച്ചു പോകണമെന്നാണ് എൻ്റെ ഉദ്ദേശം. എന്നാലും ഈ ഭാഗത്തുള്ള പാവപ്പെട്ട കുട്ടികൾക്കും മറ്റുള്ള ആൾക്കാർക്കും കാണികൾക്കൊക്കെ വല്ല ഇതാകും. പഞ്ചായത്തിൽ കൊണ്ടുപോയി എന്തൊരു കടലാസ് കൊണ്ടുകൊടുത്തു കഴിഞ്ഞാൽ അത് ഇന്നാ തരാം നാളെ തരാമെന്ന് പറഞ്ഞിട്ട് അത് തള്ളിക്കളയും. കോഴിക്ക് എഴുതി കൊടുത്തിട്ടില്ല, ആടിന് എഴുതി കൊടുത്തേ കിട്ടിയില്ല. അതൊക്കെ അവർക്ക് മുന്നറിയിപ്പുള്ള ആൾക്കാർക്ക് മാത്രമേ കൈകാര്യം ചെയ്ത് കൊടുക്കും. അതാണ് എനിക്ക് പറയാനുള്ളത്. ഈ വെള്ളത്തിന് വിളിച്ചിട്ട് ചോദിച്ചിട്ട് പറഞ്ഞിട്ട് വെച്ച് പഞ്ചായത്തിൽ വെള്ളം ഇല്ലായിരുന്നു, അത് ഇതൊന്നും പറയുന്നത്. അല്ലെങ്കിൽ അടുത്ത കിണറ്റിൽ നിന്ന് വെള്ളം മുക്കുക, എന്തെങ്കിലും കറണ്ട് ഇല്ല എന്ന് പറയാം, പൈപ്പ് പൊട്ടിച്ചെന്നൊന്നും പറഞ്ഞില്ല. അതും കൊണ്ട് ഈ ഭാഗത്തുള്ള കുറേ ആൾക്കാർക്ക് അത്രയും ഇതാണ് വെള്ളമില്ല. വെള്ളക്കാർക്ക് 3 ആഴ്ച 2 ആഴ്ച കൂടുമ്പോൾ വരുന്നത്. ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് 4 ദിവസം 5 ദിവസം കൂടുമ്പോൾ വെള്ളം വരുന്നുണ്ട്. ചേട്ടാ ഇപ്പൊ ഇലക്ഷനൊക്കെ അടുത്തു, ഈ 10ാം വാർഡിൽ ആര് ജയിക്കാനാ സാധ്യത? അവര് ജയിക്കുന്ന കാരണം എന്താ? കാരണമൊന്നുമില്ല, ഒരുപാട് ആൾക്കാർ പറയുന്നുണ്ട് പരിചയമില്ല അങ്ങനെ ഇങ്ങനെയൊക്കെ. നമുക്കൊന്നും പരിചയം. ഇലക്ഷനൊക്കെ അടുത്തു, ഇത്തവണ ഈ 10ാം വാർഡിൽ ആര് ജയിക്കുന്ന തോന്നുന്നു? അബ്ദുറഹ്മാൻ ആള് ജയിക്കുന്ന കാരണം അത് നമ്മുടെ നല്ല ആളാണ്. അത് അവർ ജയിക്കണം എന്നാണ് ഞങ്ങളെ ആഗ്രഹം. ഈ ഒരു മാറ്റം വരണം, അതിനുവേണ്ടി അയാൾ തന്നെ ജയിക്കണം എന്നാണ് ചേച്ചിയുടെ പ്രതീക്ഷയിൽ ഇപ്പൊ ആള് ജയിക്കുന്ന അതെ. ചേച്ചി ഇപ്പൊ ഇലക്ഷനൊക്കെ അടുത്തു, ഇത്തവണ 10ാം വാർഡിൽ ആര് ജയിക്കുന്ന ചേച്ചിക്ക് തോന്നുന്നത്? LDF സ്ഥാനത്ത് ജയിക്കട്ടെ എന്നാണ് ആഗ്രഹം. അവർ ജയിക്കാൻ തോന്നുന്നു കാരണം മുന്നത്തെ സ്ഥാനത്ത് ഒന്നും പ്രത്യേകിച്ചൊന്നും ഇവിടെ ചെയ്തതായിട്ട് തോന്നുന്നില്ല. റോഡിന്റെ പ്രശ്നമുണ്ട്, വെള്ളത്തിന്റെ പ്രശ്നമുണ്ട്, അങ്ങനെയൊക്കെ ആയിട്ട് കുറേ പ്രോബ്ലമായിട്ട് നമുക്കൊന്നും നല്ല പ്രോപ്പറായിട്ട് കിട്ടില്ല. കറണ്ടിൻ്റെ ലൈറ്റിൻ്റെ ഒന്നും നല്ലതായിട്ട് കിട്ടിയതായിട്ടില്ല. മുന്നത്തെ സ്ഥാനത്ത് ചെയ്തില്ല, മുന്നേ ഈ സ്ഥാനത്തില്ലാതെ മുന്നേ സ്ഥാനത്ത് നിന്നിരുന്നു LDF സ്ഥാനത്ത്. അപ്പോൾ വെള്ളത്തിൻ്റെ പ്രോബ്ലം ഒന്നും ഉണ്ടായിരുന്നില്ല, റോഡിൻ്റെ ഒന്നും കുഴപ്പമില്ലാത്ത രീതിയിലിരുന്ന് പോയിരുന്നു.
അതിപ്പോ ചേച്ചിയുടെ ഇതില് LDF ഇവിടെ ജയിക്കണം എന്നുള്ളതാണ്. LDF സ്ഥാനത്ത് ജയിക്കട്ടെ എന്നാണ് ആഗ്രഹം. ഇപ്പൊ ഇലക്ഷനൊക്കെ അടുത്തു. 10ാം വാർഡിൽ ആര് ജയിക്കുന്ന ചേട്ടൻ തോന്നുന്നു? 10ാം വാർഡിൽ അദ്രൈമാൻ ജയിക്കും. ആര് ജയിക്കുന്ന കാരണം എന്താ? അയാളെ ഇവിടുത്തെ ഒരു പൊതുപ്രവർത്തകനാണ്. അയാൾ കേന്ദ്ര ഗവൺമെന്റ് ജോലിക്കാരൻ, ഇപ്പോൾ റിട്ടയർ ആയിട്ട് നാട്ടിലാണ് ഇപ്പോൾ ഫുള്ള് വർക്കൊക്കെ നടത്തി ജനസേവനത്തിനായിട്ട് നടക്കുകയാണ്. അയാള് നല്ലൊരു പ്രവർത്തകനാണ്. ഇവിടെ ജയിക്കേണ്ടത് അയാൾ തന്നെയാണ്. ചേട്ടന്റെ പ്രതീക്ഷയിൽ ആള് ജയിക്കുന്നുണ്ടോ ഈ വാർഡിൽ? ഇവിടെ അടുത്ത വർഷത്തിന്റെ സ്ഥാനാർത്ഥിയുടെ ജയിക്കുന്നു. ഉറപ്പാണ് കാര്യം. പിന്നെന്താ പറയാനുള്ളത്? ആദ്യം ഇവിടെ ഒരു സ്ഥാനാർത്ഥി ഉണ്ടായിരുന്നു, കാര്യങ്ങളൊന്നും ചെയ്തില്ല. ആ സ്ഥാനാർത്ഥി ഇവിടുന്ന് വിളിച്ചോടി മറ്റേ വാർഡിലാണ് പോയി നിൽക്കുന്നത്. ഇവിടെ നിൽക്കായിരുന്നു അയാള് എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ. ഇപ്പോ ഈ വാർഡിൽ ജയിക്കേണ്ടത് ഇടതുപക്ഷം തന്നെ ജയിക്കേണ്ടത്. ഇപ്പൊ ഇലക്ഷനൊക്കെ അടുത്തു. ഇത്തവണ 10ാം വാർഡിൽ ആര് ജയിക്കുന്ന ചേട്ടന് തോന്നുന്നു? നമുക്ക് ജയിക്കും. ആര് ജയിക്കുന്ന കാരണം എന്താ? ഞങ്ങൾ ആദ്യം നല്ല ആളാണ്, നമ്മളറിയപ്പെട്ട ഒരാളാണ്. അടുത്തു. ഈ 10ാം വാർഡിൽ ആര് ജയിക്കാനാണ് സാധ്യത കൂടുതൽ? നാട്ടിലിപ്പോ പാവപ്പ് ജയിക്കുന്ന ആഗ്രഹം. ആര് ജയിക്കാൻ തോന്നുന്ന കാരണം? അത് ഇവിടെ കക്കാറ്റിൽ കുറച്ച് മാറ്റങ്ങൾക്ക് വരാണ്ട് ഇവിടെ ആദ്യം ഇങ്ങനെ മാറ്റം ഉണ്ടാക്കിയപ്പോ മകൾ വരാനാണ് ആഗ്രഹിക്കുന്നത്. അതായത് ആഗ്രഹം പാവപ്പ് ജയിക്കുന്ന ആഗ്രഹിക്കുന്നത്. ഇപ്പൊ ഇലക്ഷനൊക്കെ അടുത്തു. ഈ 10ാം വാർഡിൽ ആര് ജയിക്കുന്ന ചേട്ടന് തോന്നുന്നത്? ചേട്ടാ ഇപ്പൊ ഇലക്ഷനൊക്കെ അടുത്തു. ഈ 10ാം വാർഡിൽ ആര് ജയിക്കുന്ന ചേട്ടന് തോന്നുന്നത്? ജയിക്കണം. അവര് ജയിക്കാൻ തോന്നാൻ കാരണം എന്താ? അവര് ജയിച്ചെങ്കിൽ ഇവിടെ ഉള്ള കാര്യങ്ങൾ നടക്കണുള്ളൂ. ഞങ്ങളെ കാര്യങ്ങൾ ഇവിടെ റോഡൊക്കെ ആകെ എട്ടിപ്പുറഞ്ഞ് ഞങ്ങൾക്ക് കാലുകൊണ്ട് സുഖമില്ലാത്ത ആൾ, വണ്ടിയൊന്നും തരുന്നില്ല, ഒന്നുമില്ല. ഞങ്ങൾക്ക് കാലുകൊണ്ട് സുഖമില്ലാത്ത ആളാണ്. ഞങ്ങളുടെ റോഡ് കെട്ടുന്ന കാണാനില്ലേ? LDF ഇവിടെ ജയിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്താവശ്യം വന്നാലും ഇപ്പൊ ഉണ്ടാവും. പറയുന്നത് അവര് എന്താണ് പറഞ്ഞു തരുന്നത്, അവര് ചെയ്തു തരും. ഇതിന്റെ മുന്നത്തെ പ്രാവശ്യം ജയിച്ചിട്ട് എന്താണ് ഓരോ ചെയ്യാതെ നേരെ പറഞ്ഞിട്ട് ഒന്നും ചെയ്തിട്ടില്ല. ഈ റോഡ് എന്നോ പൊളിച്ചിട്ട് കിടക്കുന്നു. അങ്ങനെ കിടക്കുന്നു. അപ്പൊ LDF ഈ വാർഡിൽ ജയിക്കാനാണ് ജയിക്കണം. ചേട്ടാ ഇപ്പൊ ഇലക്ഷനൊക്കെ അടുത്തു. ഈ 10ാം വാർഡിൽ ആര് ജയിക്കുന്ന ചേട്ടൻ തോന്നുന്നു? ആള് ജയിക്കാൻ തോന്നാൻ കാരണം? ഞാനും പെൻഷനൊക്കെ വാങ്ങുന്ന ആളാണ്. അപ്പൊ അവർ ജയിക്കണം. മരുന്നും ഇതൊക്കെ അത് വാങ്ങിയിട്ടാണ് ഞാൻ കഴിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് അവർ ജയിക്കണം. അതാണ് എന്റെ ആശ. അതുകൊണ്ട് ഇത്തവണ ഇവിടെ LDF ജയിക്കുന്നതാണ് ചേട്ടൻ പറയുന്നത്. അതെ, ജയിക്കുന്നതാണ്. ചേച്ചി ഇപ്പൊ ഇലക്ഷനൊക്കെ അടുത്തു. ഈ 10ാം വാർഡിൽ ആര് ജയിക്കുന്ന ചേച്ചിക്ക് തോന്നുന്നത്? ചേട്ടാ ഇപ്പൊ ഇലക്ഷനൊക്കെ അടുത്തു. ഈ 10ാം വാർഡിൽ ആര് ജയിക്കാനാണ് സാധ്യത കൂടുതൽ? 10ാം വാർഡില് പാവർക്കാരൻ TP അബ്ദുറഹ്മാൻ ഒരു വർഷം ജയിക്കണം. കാരണം കഴിഞ്ഞ ദിവസം 9ാം വാർഡില് UDF ഇതിന്റെ ആളായിരുന്നു ഭരിച്ചിരുന്നത്. അപ്പൊ അതുകൊണ്ട് കാര്യമായ നേട്ടങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. പഞ്ചായത്ത് മൊത്തം മാറ്റങ്ങളൊന്നും സംഭവിച്ചിട്ടില്ല. ഒരു പുരോഗമനത്തിന് വേണ്ടിയിട്ട് LDF വീണ്ടും അധികാരത്തിൽ വരണം എന്നാണ് വിചാരിക്കുന്നത്. ചേട്ടന്റെ പ്രതീക്ഷയിൽ അപ്പൊ 10ാം വാർഡില് LDF ജയിക്കും. അബ്ദുറഹ്മാൻ ജയിക്കും. TP അബ്ദുറഹ്മാൻ ജയിക്കുന്നത്. ചേട്ടാ ഇപ്പൊ ഇലക്ഷനൊക്കെ അടുത്തു. ചേട്ടന്റെ പ്രതീക്ഷയിൽ 10ാം വാർഡിൽ ആര് ജയിക്കുന്നത് തോന്നുന്നു? അത് നമ്മൾ അബ്ദുറഹ്മാൻ തന്നെ ജയിക്കും. ആള് ജയിക്കുന്ന കാരണം എന്താ വെച്ചാൽ അയാളുടെ മുൻകാല പ്രവർത്തനങ്ങൾ ഭയങ്കരമായിരുന്നു. ഇവിടെ ആദ്യം തന്നെ ഇവിടെ നല്ല പ്രവർത്തനമായിരുന്നു. പിന്നെ മൂപ്പര് ജോലി കിട്ടിയതിന് ശേഷം പോയതിൻ്റെ ശേഷം അവിടെയും പല മേഖലകളിലും പ്രവർത്തിച്ചിട്ടുണ്ട്. അങ്ങനെ ജനങ്ങൾക്ക് എല്ലാവർക്കും മൂപ്പരിനെ അറിയുന്നു. അങ്ങനെ തീർച്ചയായിട്ടും മൂപ്പര് ജയിക്കും. ചേട്ടന്റെ പ്രതീക്ഷയിൽ ഈ വാർഡിൽ ആള് ഇത്തവണ ജയിക്കുന്നതാണ് തോന്നുന്നു. ഉറപ്പാണ്. ചേട്ടാ ഇപ്പൊ ഇലക്ഷനൊക്കെ അടുത്തു. 10ാം വാർഡിൽ ആര് ജയിക്കുന്ന ചേട്ടന് തോന്നുന്നു? ജയിക്കാൻ കാരണം ഞങ്ങൾക്ക് കഴിഞ്ഞ പ്രാവശ്യം തന്നെ ഇലക്ഷൻ സ്ഥാനാർത്ഥി നമുക്കൊരു ഉപകാരങ്ങൾ ഉണ്ടായില്ല. ഇപ്പൊ നമ്മളിപ്പോ ഞങ്ങളുടെ കാശോടാണ് കയറ്റിയത്. മനസ്സിലായില്ലേ? 10ാം വാർഡിലും അല്ല 9ാം വാർഡിൽ കഴിഞ്ഞ പ്രാവശ്യം ഒരു ഗുണങ്ങളും നമുക്ക് ആ സ്ഥാനാർത്ഥിയിൽ ഉണ്ടായി. അപ്പൊ അതിന്റെ പേരിൽ നമുക്ക് തിരിച്ച് ഇങ്ങോട്ട് ജയിക്കണം എന്നുള്ള ഉദ്ദേശമാണ് ഞങ്ങളുടെ കുടുംബത്തിന്റെ എല്ലാവരും. ചേട്ടാ ഇപ്പൊ ഇലക്ഷനൊക്കെ അടുത്തു. ഇത്തവണ ഈ 10ാം വാർഡിൽ ആര് ജയിക്കുന്ന ചേട്ടന് തോന്നുന്നു? 10ാം വാർഡിലെ വികസനത്തിന് വേണ്ടി ബാവക്ക ജയിക്കണം എന്നാണ് ഞങ്ങളുടെയൊക്കെ ആഗ്രഹം. ജയിക്കുന്നുള്ളതാണ് ഞങ്ങളുടെ വിശ്വാസം. ആള് ജയിക്കുന്ന കാരണം കാരണം നല്ല പ്രവർത്തനങ്ങളും അതുപോലെ വിദ്യാസമ്പന്നനായിട്ടുള്ള ഒരു നേതാവും കൂടിയാണ് ബാവക്ക. എന്ത് കാര്യത്തിനും മുന്നിൽ നിൽക്കാൻ കഴിവുള്ള ഒരാളാണ്. അതുകൊണ്ടാണ് ബാവക്ക ജയിക്കണം എന്നുള്ളൊരു അഭിപ്രായം പറയാൻ കാരണം. പിന്നെ നമ്മളെ റോഡിൻ്റെ അവസ്ഥ വളരെ ശോചനീയമായ അവസ്ഥയിലാണ് കിടക്കുന്നത്. നിലവിൽ 1-2 പ്രാവശ്യം പൊളിച്ച് പണിയലും ഒരു പ്രാവശ്യം പണി ചെയ്തു, പിന്നീട് അത് പൊളിച്ച് പണി ചെയ്തു, പിന്നീട് അവിടെ നിന്ന് അങ്ങോട്ട് പണിയും എന്ന് പറഞ്ഞിട്ട് റോഡൊക്കെ പൊളിച്ചിട്ടിട്ടുണ്ട്. അതായിട്ട് ഇതുവരെ ചെയ്തിട്ടുമില്ല. അപ്പം അങ്ങനെയൊക്കെ ഉള്ള ഓരോ വിഷയങ്ങളാണ് നമ്മളെ വാർഡിൽ കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടാവുന്നത്. ബാവക്ക ജയിക്കുന്നുള്ള തന്നെയാണ് ഞങ്ങളുടെ വിശ്വാസം. ചേച്ചി ഇപ്പൊ ഇലക്ഷനൊക്കെ അടുത്തു. ഈ 10ാം വാർഡിൽ ആര് ജയിക്കുന്ന ചേച്ചിക്ക് തോന്നുന്നത്? ആള് ജയിക്കും തോന്നാൻ കാരണം എന്താ? കാരണം വെച്ചെങ്കിൽ മൂപ്പർക്ക് വോട്ട് കിട്ടും ഞങ്ങളിവിടെ നിന്ന്. അതുകൊണ്ട് ജയിക്കും, ഞങ്ങൾ ജയിപ്പിക്കും.